ഓഹോ, അങ്ങനെയാണല്ലേ? അതെ, ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോ നിങ്ങളെ കണ്ടില്ല. ആ, എന്തൊക്കെയുണ്ട് ഗോപി വിശേഷം? അങ്ങനെ കഴിയുന്നു. വീട്ടിലെല്ലാവർക്കും തോന്നുന്നില്ലേ? പിന്നെ കാണാം. ഞാൻ വരട്ടെ. ഹലോ ഹലോ, അതെന്താ നമ്മളെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോയത്? നമ്മളെ മനസ്സിലായിട്ടുണ്ടാവില്ല. KCV 222. പിന്നെ ഇത്രേ ഇത് ഭയങ്കര വീടാണല്ലോ. ഇത് മിസ്റ്റർ ശങ്കരമാന്റെ വീടല്ലേ? അതെ. ഇവിടെ ആരൊക്കെ ഉണ്ട്? ഞാനേതാ? LIC. LIC? ആ, LIC പോലീസിലാളെ ചേർപ്പിക്കാൻ. പോലീസിലോ? ചുമ്മാ ഒരു വളി പഠിച്ചാണ് അച്ഛനെ. ആരൊക്കെ ഉണ്ട് ഇവിടെ? അതാ വീട്ടിലുള്ളവരോട് ചോദിച്ചാൽ മതി. ആരാ? എന്ത് വേണം? ഇവിടെ ഇവിടെ വേറെ സ്ത്രീകളാരും ഇല്ലേ? വേറെ സ്ത്രീയോ? നിങ്ങൾക്ക് ആരെയാ കാണേണ്ടത്? കാണേണ്ടത് ആരെയാ കാണേണ്ടെന്ന്? മായ എന്നൊരു സ്ത്രീയെ. മായ എന്ന പേരിൽ ആരും ഇവിടെ ഇല്ലല്ലോ. KCV 228 ഇവിടുത്തെ വണ്ടിയല്ലേ? അതെ. ഇന്നലെ വൈകുന്നേരം ടൗണിൽ വെച്ച് 2 സ്ത്രീകൾ ആ കാർ കയറി പോകുന്നു. ആ, അതെന്റെ അമ്മായിയും ചേച്ചിയുമാ. ആ ചേച്ചിയെ തന്നെ നമ്മൾ ഉദ്ദേശിച്ചത്. മായ എന്നല്ലേ അവരുടെ പേര് അല്ലേ? ചേച്ചിയുടെ പേര് ലത എന്നാണ്. ആ, ലതാന്നാ പറഞ്ഞത്. നമുക്ക് തെറ്റിയതാ. ചേച്ചി എങ്ങനെ അറിയാം? അതിപ്പോ 2 ദിവസം മുമ്പ് അവരെ. എനിക്ക് ചേച്ചിയെ പരിചയമുണ്ട്. ആ, ചേച്ചി ഏതായാലും ഇപ്പൊ ഇവിടെ ഇല്ല. ഷോപ്പിങ്ങിന് പോയിരിക്കാ. കാര്യം എന്താണെന്ന് പറഞ്ഞാ വരുമ്പോ പറയാം. അയ്യോ, അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല. അന്ന് അന്വേഷിക്കാൻ പറഞ്ഞ കേസ്. ഞങ്ങള് പിന്നെ വരാം. ചോദിക്കണ്ടേ? എക്സ്ക്യൂസ് മീ, നിങ്ങൾ എവിടെയോ വെച്ച്? എന്നെ? നിങ്ങളല്ല, ഇദ്ദേഹത്തെ. നിങ്ങൾ ഉഷയുടെ ബ്രദർ അല്ലേ? അതെ. ആ, എനിക്ക് ആദ്യമേ സംശയം തോന്നി. ഞാനും ഉഷയും പ്രീ ഡിഗ്രിക്ക് ഒരുമിച്ചായിരുന്നു. അന്ന് ഞങ്ങൾ ഒരുമിച്ച് വീട്ടിൽ വന്നപ്പോ കണ്ട ഓർമ്മയാ. ഉഷ ഇപ്പൊ എവിടെ? ഉഷ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ബോംബെയിലല്ലേ? ഉഷയുടെ വീട്ടിൽ ചെന്നെ കണ്ടിട്ടില്ലേ? ഇല്ലല്ലോ. അച്ഛനും അമ്മയൊക്കെ നാട്ടിൽ തന്നെ ഉണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ ഇവിടെ ഒരു ബിസിനസ് നടത്തുന്നു. ഒന്നും മിണ്ടായിരിക്കടാ. ഞങ്ങൾക്ക് ഇവിടെ ചെറിയൊരു സെക്യൂരിറ്റി ഏജൻസി ഉണ്ട്. അയ്യോ, ചെറുതൊന്നുമല്ല, വലുത്. വലിയ വീടും കോമ്പൗണ്ടും ഒക്കെ ആണല്ലോ. ഇവിടെ സെക്യൂരിറ്റി ആരെങ്കിലും വേണ്ടേ? വേണ്ട, പട്ടിയുണ്ട്. വരട്ടെ. ശരി. കുളവാക്കിയല്ലോ. ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞാൻ സ്വപ്നം കണ്ടതാ. നിന്റെ KCV 222. മറ്റേ വണ്ടി. എന്തു പണിയാ കാണിച്ചത്? ഒരു ഫോൺ പോലും ചെയ്തില്ലല്ലോ. എത്ര കഷ്ടപ്പെട്ടെന്നറിയോ ഈ വീട് കണ്ടുപിടിക്കാൻ? അമ്മായി അകത്തോട്ട് പോയിക്കോ. നമുക്ക് അപ്പുറത്ത് മാറിയും സംസാരിക്കാം. പ്ലീസ്. എന്തിനാ എന്നെ അന്വേഷിച്ച് ഇവിടെ വന്നത്? എന്താ, ശരിയായ പേരും അഡ്രസ്സും പറഞ്ഞില്ലെങ്കിൽ വീട് കണ്ടുപിടിക്കില്ലെന്ന് കരുതുക? കാറിന്റെ ഉടമസ്ഥരെ കണ്ടുപിടിക്കാൻ RTO ഓഫീസിൽ അരിച്ചു പെറുക്കി. ഞാൻ ചോദിച്ചതിന് ഉത്തരവായില്ല. എന്തിനാ എന്നെ അന്വേഷിച്ച് ഇവിടെ വന്നത്? ഉത്തരവാദിത്തം ഏൽപ്പിച്ചവരെ മറന്നാലും ഏറ്റവർക്ക് മറക്കാൻ പറ്റുമോ? അതുകൊണ്ട് വന്നതാ. ഇന്നലെ കാറിന്റെ പുറകെ വരുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ടായിരിക്കും നിർത്താതെ പോയത്. അമ്മായി കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഈ കാര്യത്തിൽ എല്ലാം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലെന്ന്. അതുകൊണ്ടാ എന്നെ കുറിച്ച് ഞാൻ കള്ളം പറഞ്ഞത്. ഞാൻ ഏൽപ്പിച്ച ജോലി എന്തായി? എന്തിനായി ഡിസ്കൈസ്? അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഏൽപ്പിച്ച ജോലി എന്തായി? ആ പെണ്ണ് താമസിച്ചിരുന്ന ഹോസ്റ്റലിനെ കുറിച്ച് ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിനിടയിൽ മറ്റൊരു ഡെവലപ്മെന്റ് ഉണ്ടായി. ഒരുപക്ഷെ നിങ്ങൾ പേപ്പറിൽ വായിച്ചു കാണും. കത്തിക്കരിഞ്ഞ ഒരു ജഡത്തെ കുറിച്ചുള്ള ഒരു വാർത്ത. അതിന് നിങ്ങൾ അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന പെണ്ണിന്റെ പേരും മരിച്ച പെണ്ണിന്റെ പേരും രാജി എന്നാണ്. ഓഫ് കോഴ്സ് ഇറ്റ് മേ ബി എ കോയിൻസിഡൻസ്. കോയിൻസിഡന്റ് തന്നെയാണ്. കാരണം ഞാൻ നിങ്ങളെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന രാജി എന്നെ കോണ്ടാക്ട് ചെയ്തു. ഇനി അവളെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഞാൻ ഏൽപ്പിച്ച ജോലി എന്തായി? എന്തിനായിരുന്നു പിന്നെ ഇങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം? ആദ്യമേ പറഞ്ഞുകൂടായിരുന്നു അന്വേഷിച്ച സ്ത്രീയെ കണ്ടെത്തിയെന്ന്? വെറുതെ ചോദിച്ചതാ. അന്വേഷണം എത്രത്തോളം എത്തിയെന്ന് അറിയാനുള്ള കൗതുകം കൊണ്ട്. ഇറ്റ്സ് ഓൾ റൈറ്റ്. നമ്മുടെ കോൺട്രാക്ട് അവസാനിച്ചിരിക്കുന്നു. അപ്പൊ കണക്ക് തീർക്കുന്നതല്ലേ നല്ലത്. ഒരുപാട് പൈസ വന്നിരുന്നു. ചെയ്ത ജോലിക്ക് അത്രയൊന്നും ഫീസ് വേണ്ട. ബാക്കി അഡ്വാൻസ് ആയിട്ട് കരുതിയാൽ മതി. ഇനി എന്തെങ്കിലും ആവശ്യം വന്നാ ഞാനൊന്ന് വീട്ടിലേക്ക് ചെല്ലട്ടെ. അന്ന് വല്ലാത്ത പരിഭ്രമം പേടിയായിരുന്നു ഓഫീസ് വന്നപ്പോ. ഇപ്പൊ നല്ല ധൈര്യമുണ്ട്. ഇതെന്റെ വീടല്ലേ, അതുകൊണ്ടായിരിക്കും. ഒരപേക്ഷയുണ്ട്. ഞാൻ ഓഫീസിൽ വന്ന കാര്യവും പറഞ്ഞ കാര്യവും ആരും അറിയരുത്. My fee includes the oath of secrecy. Don't worry about it. Thank you. നീ
നീ കൊണ്ടുവരുന്ന ഓരോ പുലിവാലികൾ കേറാണ്ടില്ല. ഒരു കോള് വന്ന് എത്തി നോക്കിയിട്ട് അതേപടി തിരിച്ചുപോയി. ആ പെണ്ണിനെ കണ്ടുപിടിച്ച് വല്ല വിധേയനെ ഇത്തിരി കാശുണ്ടാക്കാന്ന് വിചാരിച്ചതാ. എന്തോന്ന് അയ്യേ? അപ്പനീവ വൃത്തിയിട്ട പരിപാടിയുണ്ടാ? അയ്യോ, ഇത് ബ്രോക്കർ പണിയല്ല പെണ്ണെ. അപ്രത്യക്ഷമായ പെണ്ണ് പ്രത്യക്ഷപ്പെട്ടെന്ന്. അയ്യോ, ഏത് പെണ്ണ്? നമ്മൾ അന്വേഷിച്ചുകൊണ്ട് നടന്ന പെണ്ണ്. ആ, നമുക്കത്രയും ജോലി കുറഞ്ഞല്ലോ. ജോലി കുറയുകയല്ല, നമ്മുടെ ഉള്ള ജോലി പോകും. നമ്മുടെ ഇപ്പൊ മനസ്സിലായല്ലോ നിന്റെ സ്വപ്നത്തിന്റെ വില. ഇനി മേലാൽ നീ സ്വപ്നം കണ്ടുപിടി 2 കണ്ണ് ഞാൻ കൊത്തിപ്പൊട്ടിക്കും. അതല്ലേ കുഴപ്പം. ഇന്നലെയും കണ്ടുവരണം. എന്തോന്ന്? വേറൊരു പെണ്ണ്. അവന്റെ കൊന്നുകള ഞാൻ. ഹലോ, സേഫ് സെക്യൂരിറ്റി സർവീസ് ഹിയർ. ഹരിഹരനല്ല, പപ്പനാണ് സംസാരിക്കുന്നത്. ആരാണ് സംസാരിക്കുന്നത്? നേരിട്ട് സംസാരിക്കണമെന്നോ? ഓ ശരി, കൊടുക്കാം. ആരാ? ഒരു പെണ്ണ്. അയ്യോ, സ്വപ്നമല്ല. ഹലോ. ആ, നമ്മളിപ്പോ നേരിട്ട് കണ്ടതല്ലേ? അത്യാവശ്യമാണോ? ശരി, കാണാം. ഞാൻ പറഞ്ഞില്ലേ, എന്റെ സ്വപ്നം സഫലമാകാൻ പോകുന്നു. വിളിച്ചു വരുത്തിട്ടൊന്നും ചോദിക്കാതിരുന്ന എന്താ അതിന്റെ അർത്ഥം? അതോ ചോദിക്കാനുള്ള ചോദ്യം മറന്നുപോയോ? സ്റ്റാർട്ടിങ് ട്രബിൾ അല്ലേ? എന്നാ ഞാൻ തന്നെ പറയട്ടെ, എന്താ ചോദിക്കാൻ ഉദ്ദേശിച്ചെന്ന്. ചേച്ചിയും ഞാനുമായിട്ട് എന്താണ് ബന്ധം? ഞാൻ ചേച്ചിയെ കാണാൻ വന്നത് എന്തിനാണ്? ഇതല്ലേ ഉദ്ദേശിച്ചത്? ഏതായാലും നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന രീതിയിലുള്ള ബന്ധമൊന്നും ഞങ്ങൾ തമ്മിലില്ല. ഇറ്റ് വാസ് ഓൺലി എ ബിസിനസ് റിലേഷൻഷിപ്പ്. അത് അവസാനിക്കുകയും ചെയ്തു. എന്ത് ബിസിനസ്സാ? അത് അനിയത്തിയോട് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല. പ്ലീസ്, അതെനിക്കറിയണം. എന്താ ഇത്ര നിർബന്ധം? ചേച്ചി കുറച്ചു ദിവസമായിട്ട് വളരെ ഇൻഡിഫറൻ്റ് ആണ്. എന്തിനേക്കോ ഭയപ്പെടുന്ന പോലെയാണ് പെരുമാറ്റം. എത്ര ചോദിച്ചിട്ടും ഒന്നും പറയുന്നുമില്ല. ഒരു പക്ഷെ നിങ്ങളോട് ചോദിച്ചാൽ അറിയില്ല എന്ന് ഞാൻ പറയും. കാരണം എനിക്ക് അറിയില്ല. തന്നെ ചിലപ്പോ വല്ല ലവ് ഫെയിലിയറോ മറ്റാണോ? ചേച്ചേ, നെവർ, ഒരിക്കലുമില്ല. ചേച്ചിയുടെ എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞു. ഗോപിയേട്ടൻ ലണ്ടനിൽ മെഡിസിൻ പഠിച്ചോണ്ടിരിക്കുക. ഉഷയുടെ ബ്രദർ ആയതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അറിയാവുന്ന കാര്യമല്ലേ ഉഷയുടെ ബ്രദറിന് പറയാൻ പറ്റൂ. അച്ഛൻ എന്താ അസുഖം? ഒരു മേജർ അറ്റാക്ക് കഴിഞ്ഞ് റിക്കവറായി വരുന്നേ ഉള്ളൂ. നിങ്ങൾ 2 മക്കളെ ഉള്ളോ? ഞങ്ങൾ ഇറങ്ങുന്ന സമയത്താണ് നമ്മുടെ കാറിൽ വന്നതാരാ? സുരേഷ്, അച്ഛന്റെ ചേട്ടന്റെ മകൻ. ഓ, അത് ശരി. രാജി. ഈ പേര് കേൾക്കുമ്പോൾ മാലിക്ക് നിങ്ങൾ തോന്നുന്നുണ്ടോ? രാജി? ഇല്ല. എന്താ ചോദിച്ചത്? ഫോർഗെറ്റ് ഇറ്റ്, വെറുതെ വെച്ചതാ. എന്താ ബിസിനസ് എന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ലേ, സെക്യൂരിറ്റി സർവീസ്. അതല്ല ഞാൻ ചോദിച്ചത്. ഓ, ചേച്ചിയുടെ കാര്യം. അത് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. See you. ഇതറിയാൻ വേണ്ടി അവൾ തന്നോട് പാർക്ക് വരാൻ പറഞ്ഞത്. നീ നാട്ടിൽ പോയിട്ട് എന്ന് തിരിച്ചു വരും? ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച തീർച്ച. മറന്നുപോയി ഓഫീസിന്റെ താക്കോൽ. എക്സ്ക്യൂസ് മീ, ഐ ആം സുരേഷ്. നിങ്ങളന്ന് ശങ്കരമന്റെ വീട്ടിൽ വന്നില്ലേ? നിങ്ങൾ എന്താ എന്റെ കസിനുമായി സംസാരിച്ചത്? സംസാരിക്കുന്നത് നിങ്ങളുണ്ടോ? കണ്ടില്ലെങ്കിൽ ചോദിക്കാൻ പാടില്ലേ? ചോദിക്കാം, കസിനോട് തന്നെ. നിങ്ങൾ എന്തോന്നാ ഇത് കൂടെ എടുത്തോണ്ട് വന്നത്? ഇതിനാളുണ്ട്. സോറി. എന്തോന്ന് സോറി? അവിടെ കല്യാണം നിശ്ചയിച്ചിരിക്കുക. താൻ വെറുതെ അലമ്പുണ്ടാക്കരുത്. താനായിപ്പോ അലമ്പുണ്ടാക്കുന്നു. ഇയാള് പോ. എനിക്കറിയാം നിന്റെയൊക്കെ ഉദ്ദേശം എന്താണെന്ന്. അറിയാമെങ്കിൽ പിന്നെ എന്തിനാ ചോദിക്കണത്? നീ പോടാ. ഞാഞ്ഞൂലെ ഇതോടാ വിളിച്ചത്? ഞാഞ്ഞൂല തന്തേണ്ട. ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ച് വെറുതെ കിടന്ന് വഴക്കുണ്ടാക്കണം. ആരായാലും ശരി, എന്നെ ഞാഞ്ഞൂലെന്ന് വിളിച്ചാൽ ഞാൻ വെറുതെ വിടത്തില്ല. എന്റെ തന്തയായാലും ശരി, കൊണ്ടുപോകണം വേണ്ടില്ല ആർജ്.